പ്രിയമുള്ളവരെ, ഞാനിന്ന് നിങ്ങളുടെ അടുക്കൽ ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഒരു ചെറിയ അനുഭവമാണ്. കാരണം മറ്റൊന്നുമല്ല, പ്രമേഹ രോഗത്തെ എങ്ങനെ വളരെ എളുപ്പത്തിൽ കുറഞ്ഞ ചെലവിൽ എങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മെരുക്കിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് പറയാനാണ്. ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുള്ള അറിവൊന്നുമല്ല, പറഞ്ഞു തന്നിരുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും എവിടെയെങ്കിലും നടന്ന് ആരെങ്കിലും ചെയ്ത് കേട്ടതുമല്ല. ഇതെൻ്റെ സ്വന്തം അനുഭവമാണ്. പ്രവാസ ജീവിതത്തിനിടയ്ക്ക് നമ്മൾക്ക് കിട്ടുന്ന ഒരു അനുഗ്രഹമാണ് ഷുഗറും കൊളസ്ട്രോളും എന്നിങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട സകല സാധനങ്ങളും. ഈ അടുത്ത കാലത്ത് എനിക്ക് എൻ്റെ കുടുംബത്തിൽ പ്രമേഹ രോഗികളോ അല്ലെങ്കിൽ എനിക്കോ ഇതിനു മുമ്പ് അങ്ങനെ ഉണ്ടായിട്ടുള്ളതായിട്ട് എൻ്റെ അറിവില്ല. ഞാൻ ഇതുവരെ ടെസ്റ്റ് ചെയ്തിട്ടുമില്ല, ഷുഗർ നോക്കിയിട്ടുമില്ല. പക്ഷേ ഈ അടുത്ത സമയത്ത് ഒരു മാസം മുമ്പ് എൻ്റെ ശരീരത്തിന് വെയിറ്റ് വളരെയധികം കുറയുന്നു. സാധാരണ വെയിറ്റ് അല്ലായിരുന്നു, ഞാൻ ഓവർ വെയിറ്റ് ആയിരുന്നു. 94 കിലോ വരെ എനിക്ക് വെയിറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ 83 കിലോയിലോട്ട് കുറഞ്ഞു. കാരണം ഈ ഷുഗർ കൂടിയതായിരുന്നു പ്രശ്നം. ഇതറിയാൻ സ്ഥിരമായിട്ട്, അതായത് അരമണിക്കൂർ ഇടവിട്ട് ഇങ്ങനെ മൂത്രമൊഴിച്ചുകൊണ്ടിരിക്കുക. മൂത്രമൊഴിച്ച് കഴിഞ്ഞാൽ വാഷ് ചെയ്തിട്ട് കഴിഞ്ഞെന്ന് പറഞ്ഞാലും അതിൻ്റെ തുമ്പത്ത് വെളുത്ത ഒരു പഞ്ചസാരയുടെ പൊടി പോലെ ഇരിക്കുകയും ചില സമയത്ത് അത് നീറ്റൽ അനുഭവപ്പെടുകയും ചെയ്യുമായിരുന്നു. പക്ഷേ ഇതൊന്നും പുറത്ത് പറയാനുള്ള മടി കാരണം ഞാൻ എൻ്റെ അടുത്തൊരു സുഹൃത്തിനോട് ഇങ്ങനെ പറഞ്ഞു, ഇന്ന പോലെ വളരെയധികം മൂത്രം കണ്ടമാനം പോകുന്നു, വെയിറ്റും കുറയുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഷുഗർ ആയിരിക്കും ചേട്ടാ, ഒന്ന് ചെക്ക് ചെയ്യുക എന്ന് പറഞ്ഞു. പ്രവാസികൾക്ക് ഈ ഹോസ്പിറ്റലിൽ, എസ്പെഷ്യലി മെഡിക്കൽ ഇൻഷുറൻസ് ഇല്ലാത്ത ആൾക്ക് ഹോസ്പിറ്റലിൽ പോയുള്ള അവസ്ഥ ഇവിടെയുള്ളവർക്കറിയാം, നാട്ടിലുള്ളവർക്ക് അറിയത്തില്ല. അറക്കും നമ്മളെ. അത് കാരണം ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ പോകണോ വേണ്ടയോ എന്നൊരു ആശങ്കപ്പെട്ടു. ചിലർ പറഞ്ഞു ഒരു മെഷീൻ വാങ്ങിക്കുക, ഷുഗർ ചെക്ക് ചെയ്യുന്ന മെഷീൻ അത് വാങ്ങിക്കാം. 50 ദിറംസേ ഉള്ളൂ. ഷുഗർ ചെക്ക് ചെയ്യാൻ ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ 40 ദിറംസ് വേണം. ഇപ്പം 10 ദിറംസ് ലാഭമുണ്ട്. 10 ദിറംസും കൂടുതലാണ്. പക്ഷേ 10 പ്രാവശ്യം ചെക്ക് ചെയ്യാം. 10 പ്രാവശ്യം ഷുഗർ ചെക്ക് ചെയ്യാൻ പോകണമല്ലോ, അതോർത്തപ്പം ആശുപത്രിയിൽ പോകണ്ട എന്നൊരു തീരുമാനം എടുത്തു. പക്ഷേ ഇതെൻ്റെ ഒരു ഏറ്റവും അടുത്ത, എന്നെ വളരെയധികം സ്നേഹിക്കുന്ന, അത്രയ്ക്ക് എന്നോട് ഇതുള്ള ഒരാളോട് ഞാൻ സംസാരിച്ചു. പറഞ്ഞു, ഞാൻ ഒരു മരുന്ന് പറഞ്ഞു തന്നാൽ ചെയ്യുമോ എന്നോട് ആദ്യം ചോദിച്ചു. ഞാൻ പറഞ്ഞു ചെയ്യാം, എനിക്ക് വേണ്ടിയിട്ടുള്ള കാര്യമുണ്ട്, ഞാൻ ചെയ്യാം. എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഒന്നും നിസ്സാരമായ 2 വെണ്ടയ്ക്ക എടുക്കുക, തലയും പാലും കളയുക. തലയും പാലും കളഞ്ഞതിന് ശേഷം 4ആയിട്ട് കീറി ഒരു ഗ്ലാസ്സിലോ ഒരു കുപ്പിയിലോ ഇട്ട് വെച്ചിട്ട് ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. എന്നിട്ട് രാവിലെ എടുത്തിട്ട് വെണ്ടയ്ക്ക കഴിക്കാതെ ആ കുപ്പി വെള്ളം മാത്രം 2 ഗ്ലാസ് കുടിക്കുക എന്ന് പറഞ്ഞു. 1 ഗ്ലാസ് കുടിക്കാനാണ് എന്നോട് പറഞ്ഞത്. പക്ഷെ ഞാൻ 3 ഗ്ലാസ് കുടിച്ചു. കാരണം പെട്ടെന്ന് പറയണമല്ലോ, നമുക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. 1 പറഞ്ഞാൽ 9 ചെയ്യും. അങ്ങനെ 3 ഗ്ലാസ് വെള്ളം കുടിച്ചു. വെറും വയറ്റിൽ ആദ്യമൊക്കെ കുടിക്കാൻ ലേശം ബുദ്ധിമുട്ടാണ്, കൊഴുപ്പ് ദ്രാവകമാണ്. എങ്കിലും ഒരു ദിവസം കുടിച്ചു കഴിഞ്ഞപ്പം വലിയ പ്രശ്നം തോന്നി. 2 ദിവസം കൂട്ടത്തിൽ എന്നോട് പറഞ്ഞു, ഷുഗർ കാരണം ക്ഷീണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് കാരണം കരിഞ്ജീരകം വാങ്ങിച്ച് പൊടിച്ച് വെച്ചിട്ട് 1 ഗ്ലാസ് ഇളം ചൂട് വെള്ളത്തിലോ അല്ലെങ്കിൽ വെറും വയറ്റിൽ കഴിക്കണം, അല്ലെങ്കിൽ വൈകിട്ട് ഭക്ഷണം കഴിഞ്ഞിട്ടോ സ്വല്പം മോരിനകത്ത് ചാലിച്ച് കഴിക്കാൻ പറഞ്ഞു. അപ്പം ക്ഷീണം ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു. കാരണം ആ ദിവസങ്ങളിലൊന്നും ഞാൻ ഉറങ്ങിയിട്ടില്ല എന്നുള്ളത് സത്യം. കാരണം എല്ലാ അരമണിക്കൂറിട്ടും അലാറിനടിച്ച പോലെ മൂത്രം ഒഴിക്കാൻ ഞാൻ എഴുന്നേറ്റുകൊണ്ടിരിക്കുക. കാരണം തൊട്ടടുത്ത മുറികളിൽ താമസിക്കുന്ന ആൾക്കാർ വരെ പറയും, ഷുഗർ ഉറക്കമില്ലേ എന്ന് ചോദിക്കുമായിരുന്നു. കാരണം അത്രയ്ക്കും ബുദ്ധിമുട്ടായിപ്പോയി. എങ്കിൽ പോലും ഞാൻ കുറയ്ക്കണം എന്നുള്ളൊരു ഒരു ദൃഢപ്രതിജ്ഞയിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. കൂട്ടത്തിൽ തന്നെ ഒരു മെഷീനും വാങ്ങിച്ചു. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു മെഷീൻ പോയി വാങ്ങിച്ചു. ഇതാണ് ആ സാധനം. 50 ദിറംസ് കൊടുത്തും കിട്ടി. കൂടുതൽ 10 സ്ട്രിപ്പും കിട്ടി ചെക്ക് ചെയ്യാനുള്ള, ഇൻഗ്രീഡിയൻസ് ഉൾപ്പെടെയുള്ള. എന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ എനിക്കുണ്ടായിരുന്ന 397 ആയിരുന്നു ആഫ്റ്റർ ഫുഡ്. പിറ്റേ ദിവസം രാവിലെ ഫാസ്റ്റിങ്ങിലെടുത്തു. 327 ആണ് എൻ്റെ കിടക്കുന്നത്. ഞാൻ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു. മെഡിസിൻ എന്ന് പറഞ്ഞാൽ ഈ വെണ്ടയ്ക്ക വെള്ളം സ്റ്റാർട്ട് ചെയ്തു. ഇടയ്ക്ക് 2 ദിവസം കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ 297 ആയി. അങ്ങനെ ഇത് ചെയ്തുകൊണ്ട് ആദ്യം പകൽ ചോറ് എന്നുള്ള സംഭവം അങ്ങോട്ട് ഉപേക്ഷിച്ചു.
ചോറില്ലാതെ എനിക്ക് പറ്റില്ല, പക്ഷേ അതങ്ങ് ഉപേക്ഷിച്ചു. അതിനുശേഷം 2 ദിവസം ചപ്പാത്തി കഴിക്കും. പക്ഷേ ചപ്പാത്തി അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കാതെ പിന്നെ അങ്ങോട്ട് പറ്റുന്നില്ല. അത് കാരണം സൂചി ഗോതമ്പ് വാങ്ങിച്ചിട്ട് അത് കഞ്ഞി വെച്ച് കുടിച്ചു. ഒരു 2-3 ആഴ്ച ഇത് മാത്രമേ കുടിച്ചിട്ടുള്ളൂ. കൂട്ടത്തിൽ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയോ അല്ലെങ്കിൽ കോവയ്ക്ക മെഴുക്കുവരട്ടിയോ കത്രിക്ക കൊണ്ട് 1-2 വിഭവങ്ങൾ ഇതെല്ലാം ഉണ്ടാക്കിയും കഴിക്കാൻ തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഫസ്റ്റ് 397, അത് കഴിഞ്ഞ് 297, 243, 227, അതിനുശേഷം 136, പിന്നെ 120, ഇപ്പോൾ 122. 1 മാസം കൊണ്ട് എൻ്റെ ഷുഗർ ലെവല് 122 ആയി. കുറച്ചുകൂടെ കുറയ്ക്കാം, പക്ഷേ ഞാനിതൊന്ന് കൺട്രോൾ ചെയ്തു. കാരണം പെട്ടെന്ന് ഷുഗർ താന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം 1-2 ആൾക്കാർ എന്നോട് പറഞ്ഞു, ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരും എന്നോട് പറഞ്ഞു. അതുകൊണ്ട് ഒന്ന് ചെറുതായിട്ട് കൺട്രോൾ ചെയ്തിരിക്കണം. അതുകൊണ്ട് ഈ അറിവ് നിങ്ങളോട് പറഞ്ഞത്, ഷുഗർ ഉണ്ട് എന്ന് അറിയുന്ന നിമിഷം ഇൻസുലിൻ എടുത്തു കഴിഞ്ഞാൽ ഇത് എഫക്റ്റീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോറി, എനിക്കറിയാമില്ല. പക്ഷേ ഇൻസുലിൻ എടുക്കുന്നതിന് മുമ്പ് ഷുഗർ ഉണ്ടാകുന്നൊരു സംശയം തോന്നിയാൽ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്തതിന് ശേഷം ധൈര്യമായിട്ട് വെണ്ടയ്ക്കായുടെ വെള്ളം കുടിച്ചു. പക്ഷേ ഒരാഴ്ച കൂടുതൽ കുടിക്കുമ്പം നമ്മൾ ശ്രദ്ധിക്കണം. ഷുഗർ ഉണ്ടാകാൻ താന്നു പോകാൻ സാധ്യതയുണ്ട്. ഒരാഴ്ച നിങ്ങൾ കുടിച്ചതിന് ശേഷം ടെസ്റ്റ് ചെയ്യൂ. അതിനുശേഷം മാത്രം നിങ്ങൾ ഇൻസുലിൻ എടുത്താൽ മതി. അതല്ലെന്നുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ നമ്മൾ ഇൻസുലിൻ എടുക്കേണ്ടി വരും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ട് അവരോട് ഷെയർ ചെയ്യാൻ മറക്കരുത്. കാരണം ഞാൻ എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. 10 കിലോ വെയിറ്റ് ഇതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് ബോണസായിട്ട് കിട്ടി. 10 കിലോ വെയിറ്റ് കുറഞ്ഞും കിട്ടി. എങ്ങനെ വെയിറ്റ് കുറയ്ക്കണം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഷുഗർ കയറി പിടിച്ചത്. ആ ഷുഗർ കൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഗുണം കൂടെ ഉണ്ടായി. 10 കിലോ വെയിറ്റ് കൂടെ കുറഞ്ഞു കിട്ടി. അതുകൊണ്ട് നിങ്ങൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ, അത് ഒരുപക്ഷെ അവർക്ക് വളരെയധികം ഗുണകരമായിരിക്കും. നന്ദി, നമസ്കാരം.